ഒമാനിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് കൊല്ലം സ്വദേശിനി ഷാർജ അനീഷിന്റെ വീട്ടിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഇക്കഴിഞ്ഞ നാളിലാണ് ഒമാനിലെ നിസ്വയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 നഴ്സുമാർ മരണപ്പെട്ടത്. തൃശൂർ സ്വദേശിനി മജീദ് റഷീദ്, കൊല്ലം സ്വദേശിനി ഷാർജ ഇല്യാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. 2 നഴ്സുമാർക്കാണ് പരിക്കേറ്റത്. ഈജിപ്ഷ്യൻ സ്വദേശിനിയാണ് മരിച്ച മൂന്നാമത്തെയാൾ. അമിത വേഗത്തിലെത്തിയ വാഹനമാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ 5 പേരടങ്ങുന്ന സംഘത്തെ ഇടിച്ചു തെറിപ്പിച്ചത്. ജോലിക്ക് പോവുകയായിരുന്നു നഴ്സുമാരുടെ ഈ സംഘം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മസ്കത്ത് ഇബ്രി ഹൈവേയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. നിസ് ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്ന നഴ്സുമാരാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗം മുറിച്ച് കടന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന ഇവരുടെ മേൽ പരസ്പരം കൂട്ടിയിടിച്ച 2 വാഹനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മരണപ്പെട്ടവരുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഷാർജയുടെ ഭർത്താവ് അനീഷും ബന്ധുക്കളും വെള്ളിയാഴ്ച പുലർച്ചെ ഒമാനിലേക്ക് പുറപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മസ്കറ്റ് ഇബ്രി ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിലാണ് നഴ്സുമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സമീപത്തെ നിസ്വ ആശുപത്രിയിൽ ഇവർ ജോലി ചെയ്യുകയായിരുന്നു. ഈ ജോലി കഴിഞ്ഞ് ഇവർ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയം ഇവർ റോഡരികിൽ നിന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് റോഡരികിൽ നിന്ന് ഇവരുടെ മുകളിലേക്ക് ഈ കാറ് വന്ന് മറിഞ്ഞു വീഴുന്നത്. അപകടത്തിൽ ഷാർജ അനീഷിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിനി മജിദ റഷീദ്, ഈജിപ്ത് സ്വദേശിനി അമാനി എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.